ആമാശയ ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമുക്ക് വളരെ നേരത്തെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നെഞ്ചെരിച്ചിൽ, അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് സ്തംഭനം ഉണ്ടാകുക, അല്ലെങ്കിൽ അധികം ഭക്ഷണം നമ്മൾ സാധാരണ അളവ് കഴിക്കുന്ന അത്രയും കഴിക്കാൻ പറ്റാതിരിക്കുക, യാതൊരു കാരണവും കണ്ടെത്താൻ പറ്റാതെ അമിതമായ വെയിറ്റ് കുറയുക, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കാണുന്നത്. നെഞ്ചെരിച്ചിൽ അല്ലെങ്കിൽ വയറിൻ്റെ വേദന, ഇതെല്ലാം സാധാരണഗതിയിൽ അസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷനിലാണെങ്കിലും കാണുന്നതാണ്. അതുകൊണ്ട് ഈ സിംറ്റംസ് ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഇത് സ്റ്റൊമക്ക് ക്യാൻസറിൽ മാത്രം കാണുന്ന സിംറ്റംസ് അല്ല. അതുകൊണ്ട് പല പ്രാവശ്യവും ഇവയെ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും പിന്നീട് ആണ് ഇതിൻ്റെ ഒരു ഭവിഷ്യത്തായി വരുന്ന ക്യാൻസറിനെ വളരെ ലേറ്റായി കണ്ടുപിടിക്കുകയും ചെയ്യപ്പെടുന്നത്. ക്യാൻസർ കൂടുതലായിട്ട് വളരെ അഡ്വാൻസ്ഡ് ആകുന്ന നിലയിലാണെങ്കിൽ ചില സമയത്ത് അത് ആ ഒരു ട്യൂമർ അവിടെ വയറിൽ ബ്ലീഡിങ് ഉണ്ടാക്കുകയും അതൊന്നില്ലെങ്കിൽ നമ്മൾ രക്തം ഛർദ്ദിച്ച് പോവുകയോ അതല്ലെങ്കിൽ മലത്തിലൂടെ രക്തം പോവുകയോ ചെയ്യും. മലത്തിലൂടെ രക്തം പോകുന്നതിന് മലീന എന്ന് പറയും. അത് പോകുന്ന സമയത്ത് അത് വളരെ കറുത്ത നിറത്തിൽ ഒരു പ്രത്യേക മണമുള്ള തരത്തിലുള്ള മലമായിരിക്കും പോവുക. ഇതല്ലാതെ പിന്നീടും അഡ്വാൻസ്ഡ് ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ഇറങ്ങിപ്പോവാതെ വരുന്ന അവസ്ഥ വരും. അത് കഴിഞ്ഞ് അത് ഉടനടി ഛർദി വരികയും ചെയ്യും. സാധാരണഗതിയിൽ സ്റ്റൊമക്ക് ക്യാൻസർ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നത് വയറിനുള്ളിലെ കഴലകളിലേക്കോ വയറിലെ ഭിത്തിയുടെ ഒരു കവറിങ് ഉണ്ട്, അതിന് പെരിട്ടോണിയം എന്ന് വിളിക്കുന്നു, അതിലേക്കോ അതല്ലെങ്കിൽ ലിവർ അല്ലെങ്കിൽ ലങ്സ് എന്നിവയിലേക്കാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇത് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ വയറിൽ വെള്ളക്കെട്ട് രൂപാന്തരപ്പെടുകയും വയറ് വീർത്ത് വരികയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതല്ലാതെ ചുമ, മഞ്ഞപ്പിത്തം ഇവയൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ സ്റ്റൊമക്ക് ക്യാൻസറിൽ കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ രോഗലക്ഷണമുള്ള ഒരാൾ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മളിതെങ്ങനെയാണ് രോഗനിർണയം നടത്തുകയും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ അടുത്ത് ഒരു ഡിസ്പെപ്റ്റിക് സിംറ്റംസ് അല്ലെങ്കിൽ അസിഡിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ആയിട്ടുള്ള ഒരാൾ വരികയാണെങ്കിൽ നമ്മളൊരു എൻഡോസ്കോപ്പിയിൽ ചെയ്ത് നോക്കും. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ നമ്മുടെ വായിലൂടെ ഇട്ട് അത് ആമാശയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നോക്കുകയും അവിടെ എന്തെങ്കിലും വളർച്ചകൾ കാണുകയാണെങ്കിൽ അതിൽ നിന്നൊരു ബയോപ്സി എടുക്കുകയും ചെയ്യും. ഈ ബയോപ്സിയിലാണ് നമുക്ക് ഒരു ഡെഫിനിറ്റായിട്ടും ഒരു പ്രൂഫ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് ക്യാൻസറസ് ആണോ അല്ലയോ എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ഇത് നിർഭാഗ്യവശാൽ എങ്ങാനും ഇതിൽ ക്യാൻസറിൻ്റെ അംശം കാണുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത്, എല്ലാവരും കോമണായി ചോദിക്കുന്ന ഡോക്ടർ ഏത് സ്റ്റേജ് അസുഖമാണെന്ന് വന്ന് ഞങ്ങളോട് ചോദിക്കാറുണ്ട്. ആ സ്റ്റേജിങ് എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നമ്മുടെ നെഞ്ചിൻ്റെയും വയറിൻ്റെയും ഒരു CT സ്കാനാണ് ഏറ്റവും കോമണായി ചെയ്യുന്നത്. ചില അപൂർവ അവസരങ്ങളിൽ ഒരു ഫുൾ ബോഡി പെറ്റ് സ്കാൻ എന്ന് പറയുന്ന ഒരു സ്കാനും ചെയ്യാറുണ്ട്. ഇതിലൂടെ നമുക്ക് ഈ ക്യാൻസർ വേറെ എവിടേക്കെങ്കിലും സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാം. വയറിലുള്ള കഴലകൾ അല്ലെങ്കിൽ അതല്ലെങ്കിൽ ലങ്സ്, ലിവർ, എല്ലിൻ്റെ ഭാഗങ്ങൾ ഇവിടെ എവിടേക്കെങ്കിലും സ്പ്രെഡ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാം. എങ്ങനെയാണ് സ്റ്റൊമക്ക് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഏതൊരു ക്യാൻസറിനും 3 മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് സർജറി, രണ്ടാമത്തേതെന്ന് പറയുന്നത് കീമോതെറാപ്പി. കീമോതെറാപ്പി എന്ന് പറയുന്നത് മരുന്നുകളിലൂടെ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി. റേഡിയേഷൻ എന്ന് പറയുന്നത് എക്സ്റേയിലൂടെ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ എനർജി ഉപയോഗിച്ച് ക്യാൻസറിനെതിരെ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുക. ആമാശയ ക്യാൻസറിൽ ഏറ്റവും കൂടുതൽ റോള് വരുന്നത് സർജറിക്കും കീമോതെറാപ്പിക്കുമാണ്. സർജറിയെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഇത് ആദ്യം തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് സ്റ്റേജിലാണ് അസുഖം എന്നുള്ളത് അനുസരിച്ചിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ സാധാരണഗതിയിൽ 4 സ്റ്റേജായിട്ടാണ് തിരിക്കുന്നത്. അതിൽ 1ഉം 2ഉം എന്ന് പറയുന്നത് താരതമ്യേന നേരത്തെയുള്ള സ്റ്റേജുകളാണ്. 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കഴലകളിലേക്ക് അസുഖം പോകുമ്പോഴും കുറച്ച് ഭിത്തിയുടെ പുറത്തേക്ക് വരുമ്പോഴും അത് 3ാമത്തെ സ്റ്റേജിലേക്ക് എത്തുന്നു. 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അത് 4ാമത്തെ സ്റ്റേജ് അസുഖമാകുന്നു. 1ഉം 2ഉം സ്റ്റേജുകളിലെ അസുഖത്തിന് കൂടുതലായിട്ടും ആദ്യം സർജറി ചെയ്തതിന് ശേഷം കീമോതെറാപ്പി അതിന് ശേഷം ആഡ് ഓൺ ചെയ്യുന്നു.
മൂന്നാമത്തെ സ്റ്റേജ് കഴലകളിലേക്ക് ഓൾറെഡി അസുഖം വന്നിരിക്കുന്നതോ അതോ ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ആമാശയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാൻക്രിയാസ്, ലിവർ മുതലായ വൻകുടൽ മുതലായ അവയവങ്ങളുള്ളത്. ഇതിലേക്കെങ്ങാനും ലോക്കലായിട്ട് അത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എല്ലാം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം കീമോതെറാപ്പി കൊടുത്ത് ഈ അസുഖത്തെ ഒന്ന് ചുരുക്കാൻ ശ്രമിച്ചിട്ട് അതിനുശേഷം സർജറി നെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണ് ചെയ്യാറുള്ളത്. നാലാമത്തെ സ്റ്റേജ് അസുഖത്തിൽ കൂടുതലും നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം ഒരു ക്യൂറിനേക്കാൾ ഉപരി ഒരു പാലിയേഷനാണ്. എന്ന് പറഞ്ഞാൽ സിംറ്റംസിനെ മാനേജ് ചെയ്യുകയും ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ മാറുന്നു. അപ്പോൾ ആമാശയ ക്യാൻസറിന് വേണ്ടിയുള്ള സർജറി എന്ന് പറയുന്നത് 2 തരത്തിൽ ചെയ്യുന്നു. അത് കൂടുതലായിട്ട് ഒന്നില്ലെങ്കിൽ അതിനെ ഡിസ്റ്റൽ ഗ്യാസ്ട്രക്ടമി അല്ലെങ്കിൽ ടോട്ടൽ ഗ്യാസ്ട്രക്ടമി എന്ന് പറയുന്നു. ഡിസ്റ്റൽ ഗ്യാസ്ട്രക്ടമിയിൽ സ്റ്റൊമക്കിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എടുത്ത് കളയുന്നത്. ടോട്ടൽ ഗ്യാസ്ട്രക്ടമിയിൽ കൂടുതലും ഫുള്ളായിട്ട് ആമാശയം മുഴുവൻ എടുത്ത് കളയേണ്ടി വരുന്നു. ഇത് കൂടാതെ വയറിനുള്ളിലുള്ള കഴലകളും നമ്മൾ നീക്കം ചെയ്യുന്നു. അതിനെ ഒരു D2 ലിംഫ് നോഡ് ഡിസെക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ പല പഠനങ്ങളിലും ഇതിനെക്കുറിച്ച് നടത്തിയതിൽ ഒരു നല്ല സർജറി, ഒരു നല്ല D2 ഡിസെക്ഷൻ വളരെയധികം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഔട്ട്കംസിനെ മാറ്റുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സർജറി രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് പഴയ രീതിയിൽ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയായ വയറ് തുറന്നിട്ട് ചെയ്യുന്ന രീതി. അതല്ലെങ്കിൽ പിന്നീട് വന്നിരിക്കുന്ന മിനിമൽ ഇൻവേസീവ് സർജറി അല്ലെങ്കിൽ കീഹോൾ അഥവാ ലാപ്രോസ്കോപ്പിക് സർജറി വഴിയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കീമോതെറാപ്പിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സർജറിക്ക് മുന്നേ ചില സമയങ്ങളിൽ കൊടുക്കേണ്ടി വരാറുണ്ട്. അതിനെ നിയോ അഡ്ജുവൻറ്റ് കീമോതെറാപ്പി എന്ന് പറയുന്നു. അതല്ലെങ്കിൽ സർജറിക്ക് ഒരാളെ സർജറിക്ക് ശേഷം കൊടുക്കുന്ന കീമോതെറാപ്പിക്ക് അഡ്ജുവൻറ്റ് കീമോതെറാപ്പി എന്ന് പറയപ്പെടുന്നു. സ്റ്റേജ് 4 ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ഇതൊരു പാലിയേഷൻ എന്നുള്ള രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തുന്ന രോഗികൾക്ക് ചില സമയത്ത് ഭക്ഷണം കഴിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുകയും അല്ലെങ്കിൽ സ്ഥിരം നിർത്താൻ പറ്റാത്തതായ ഛർദി ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ബൈപ്പാസ് സർജറി ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അവർക്കൊരു ഫീഡിങ് പ്രൊസീജിയർ, ചെറുകുടലിലേക്ക് എന്തെങ്കിലും ഒരു ട്യൂബ് സർജിക്കലി ഇട്ട് കൊടുത്താൽ അതിലൂടെ അവരുടെ ഫീഡിങ് പ്രക്രിയ നടക്കും. ഇതല്ലെങ്കിൽ എൻഡോസ്കോപ്പി വഴി സ്റ്റെൻറ്റ് പ്ലേസ്മെൻ്റ് എന്ന് പറയും. ഒരു സ്റ്റെൻറ്റ് ഇട്ട് കൊടുത്ത് ഒരു പാസേജ് ഉണ്ടാക്കി അതിലൂടെ ഭക്ഷണം കടന്നു പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക. അതല്ല എങ്കിൽ സ്റ്റേജ് 4 ട്രീറ്റ്മെൻറ്റ് തികച്ചും പാലിയേറ്റീവ് ഇൻറ്റൻ്റ് ആയിട്ടുള്ള കീമോതെറാപ്പി അല്ലെങ്കിൽ ഏറ്റവും നല്ല സാന്ത്വന ശുശ്രൂഷയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഓങ്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഇത് കേൾക്കുന്ന ഒരാളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെറുതായി വരുന്ന സിംറ്റംസിനെ ഈ ആസിഡിറ്റി മുതലായ സിംറ്റംസിനെ നിസ്സാരമായി കാണേണ്ട ഒരു ഫാർമസിയിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള എവിടെ നിന്നെങ്കിലും ഒരു ആൻറ്റാസിഡ് വാങ്ങി കഴിക്കാതെ അതിന് ഒരു സീരിയസ്നെസ് കൊടുത്ത് അതിനൊരു പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പല ആൾക്കാർക്കും വളരെ ഏർലി ആയിട്ട് ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായും ചികിത്സിച്ച് നല്ല ഔട്ട്കംസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് ആമാശയത്തിൻ്റെ ക്യാൻസർ. ഈ ഒരു മെസ്സേജാണ് ഇന്ന് തരാൻ ആഗ്രഹിക്കുന്നത്. ആമാശയ ക്യാൻസറിനെ കുറിച്ച് വേറെ എന്തെങ്കിലും സംശയങ്ങളോ കമൻറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ കമൻറ്റ് ബോക്സിൽ ഇടാൻ പറ്റുന്നതാണ്.